നമ്മുടെ ഔദ്യോഗിക ചരിത്ര രേഖകളിൽ നിന്നും 921 മലബാറിലൊഴുകിയ ചോരയുടെ കണക്കില്ല. കാരണം അന്ന് കൂട്ടക്കശാപ്പിനിരയായത് ഒരു സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യർ, ഒരാശ്രയവുമില്ലാത്ത ആളുകളെ വീട് കയറി ആക്രമിച്ച് അതിനിഷ്ഠൂരമായി ഖിലാഫത്തുണ്ടാക്കാൻ വേണ്ടി കൊന്നൊടുക്കിയതാണ് മാപ്പിള ലഹള എന്ന പേരിൽ കർഷക സമരം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അതിക്രൂരമായ പൈശാചികമായ, ഇന്ത്യയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ക്രൂരമായ നരവേട്ട മതം പറഞ്ഞ് നടത്തിയ മാപ്പിള ലഹള ഇപ്പോൾ കുറേ പേർക്കൊക്കെ അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാം. എന്നാലും ഒരുപാട് പേർക്ക് അന്ന് മാപ്പിള ലഹള കാലത്ത് നടന്ന ക്രൂരതകളുടെ കഥ, അതിൻ്റെ പല ഏടുകളും ഇപ്പോഴും പൊതുസമൂഹത്തിന് കാര്യമായിട്ട് അറിയില്ല. ഒരു സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് കുറേയൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് തൂവൂർ കിണർ എന്ന് പറയുന്ന ഒരു കിണറിൻ്റെ കഥ. നമ്മൾ ഇന്നു മുതൽ ABC മലയാളത്തിൽ മാപ്പിള ലഹളയുടെ അറിയപ്പെടാത്ത ഏടുകൾ ആരംഭിക്കുകയാണ്. രാമേന്ദ്ര സാറാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തൂവൂർ കിണറിനെ പരാമർശിച്ച് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് ഈ തൂവൂർ കിണറിൻ്റെ കഥ? തൂവൂർ കിണർ എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ തുവൂരിനും കരുവാരക്കുണ്ടിനും ഇടയ്ക്കുള്ള സാമാന്യം വലിപ്പമുള്ള പൊതുക്കിണർ ആണത്. ഒരു സ്വകാര്യ വീടിൻ്റെ പറമ്പിലുള്ളതൊന്നുമല്ല, ആളുകൾക്കൊക്കെ റവന്യൂ ഭൂമിയിലുള്ളതാണ്. ആണ്. കുറച്ച് വലിയ കിണറാണ് അത്. അതിലേക്ക് ഈ 1921 സെപ്റ്റംബർ 25 പുലർച്ചെ ആളുകളെയൊക്കെ ഹിന്ദുക്കൾ ആയ ആളുകളെയൊക്കെ പിടിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി തലഛേദിച്ച് ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ അതിദാരുണമായ സംഭവമാണ് ഈ തൂവൂർ കിണർ സംഭവം എന്ന് പറയുന്നത്. അത് 34 പേരെ ആണ് കൂട്ടക്കൊലയാണ് കൊന്നതിൻ്റെ അകത്തേക്ക് ഇട്ടത് എന്ന് പൊതുവെ പറയാറുണ്ട്. ഞാൻ കോടതി രേഖകളിൽ കാണുന്നത് 29 പേർ എന്നാണ് ഹിന്ദുക്കൾ. അത് സംബന്ധിച്ച് കേസുകളുണ്ട്, കോടതിയിൽ വന്നിട്ടുണ്ടല്ലേ തൂവൂർ കിണറിൻ്റെ? സാറിൻ്റെ ആ പുസ്തകത്തിലുണ്ടോ? എൻ്റെ ഈ പുസ്തകത്തിൽ ഇതിൽ കുഞ്ഞാപ്പി എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരാളെ പിടിച്ച ഇതാണ് പുസ്തകം, കുന്നിൻ്റെ കശാപ്പുശാല. കോടതി വിധികൾ ഉദ്ധരിച്ചുള്ള ഇത് കോടതി വിധികൾ മാത്രമാണ് ഞാൻ ഈ പുസ്തകത്തിൽ. വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാപ്പിള ലഹള സി ഗോപാലൻ നായരുടെ ആദ്യത്തെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട് മലയാളത്തിലേക്ക്. മാപ്പിള റെബല്യൻ 1921 എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ ചെറിയ വിവരമേ ഉള്ളൂ, 100 പേജ് മാത്രമുള്ള പുസ്തകമാണ്. ഇത് കോടതി വിധികൾ, അതായത് വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ ഒരുപാട് മാപ്പിളമാരെ. ആ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഈ തൂവൂർ കിണറിനെ കുറിച്ച് പറയുന്നുണ്ട്. തൂവൂർ കിണർ സംഭവത്തിൽ അവസാനം അച്ചുതൊടി കുഞ്ഞാപ്പി എന്ന് പറഞ്ഞയാളെ പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് പിടിച്ചത്, അവസാനത്തെ പ്രതി. അയാളുടെ വിചാരണയും അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതി രേഖകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന 29 പേര് എന്നാണ്. 2 മാപ്പിളമാരെയും ഇതിൽ കൊന്നിട്ടുണ്ട്. ആ മാപ്പിളമാരെ കൊല്ലാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാടശ്ശേരി മൊയ്തീൻ കുട്ടി ഹാജി ഒരാൾ, പുല്ലാടൻ ആദം മോനു, ഇവർ 2 പേരാണ് മാപ്പിളമാർ. അവരും ഈ മറ്റേ ഹിന്ദുക്കളും ഈ സൈന്യത്തിന് മാപ്പിളമാരുടെ സംഘങ്ങളൊക്കെ എവിടെയൊക്കെയാണ്, ആ മാപ്പിളമാർ ആരൊക്കെയാണ് എന്നൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ തുവൂരിൽ വല്ലാത്തൊരു അവർ ഇൻഫർമേഷൻ കൊടുത്തത് നാട്ടിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യാൻ ഭ്രാന്തെടുത്ത് ഒരു കൂട്ടം മതഭ്രാന്തന്മാർ വന്നപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ പോലീസിന് അറിയിച്ചത് ആണല്ലോ. ഇതിൽ ഖാൻ ബഹദൂർ ചെക്കുട്ടി എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇൻസ്പെക്ടറായ ഒരാളെ വാര്യൻ കുന്നൻ കൊല്ലുന്ന ഒരു വല്ലാത്ത സംഭവം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചർച്ച ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ലേ പോലീസുകാരൻ്റെ ജോലി. അതല്ലേ അദ്ദേഹം ചെയ്തത്. സമാധാന കാംക്ഷികളായ ആളുകൾ എന്താ ചെയ്യുക? അക്രമികളെ പറ്റി വിവരം കൊടുക്കുക എന്നുള്ളതല്ലേ. അത് കുറ്റമല്ലത്, അതാണ് അതിൻ്റെ ശരിയായ രീതി. പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1921 ഓഗസ്റ്റ് 19 ഇത് തുടങ്ങുന്നത് മാപ്പിള ലഹള. അപ്പം മാപ്പിള ലഹള തുടങ്ങി താമസിയാതെ ഈ പട്ടാളത്തിന് പിന്നെ അവിടെ കാലുകുത്താനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. കാരണം അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയിട്ട് ഇവർ പാലങ്ങൾ മുഴുവൻ തകർക്കുക, റെയിൽ പാളങ്ങളും തകർക്കുക, ഇടയ്ക്കുള്ള പാലങ്ങളും. പിന്നെ ക്യാപ്റ്റൻ മക്കൻ റോയ്
ഈ മറ്റേ പൂക്കോട്ടൂർ ചെന്നിട്ട് ഇത് അടിച്ചമർത്തി ഒരു 600ഓളം പേരെ കൊലപ്പെടുത്തുന്നതോട് കൂടിയിട്ടാണ് ഒരു വഴിത്തിരിവ് കൊലപ്പെടുത്തുന്നത്. ഉവ്വല്ലോ, അത് വല്ലാത്തൊരു കലാപമാണ്. ക്യാപ്റ്റൻ മക്കൻറോയിയാണ് ലീഡ് ചെയ്യുന്നത് അത്. അപ്പോൾ അതിനുശേഷമാണ് അത് ശാന്തമാകുന്നത്. പക്ഷെ തുവൂർ കിണർ എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് 19 കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ആണ്. ഇതൊരു 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണിത് ശാന്തമാക്കുക എന്നുള്ളത്. ഈ ഓഗസ്റ്റ് മുതൽ 1922 മാർച്ച് വരെ ഈ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഓരോരോ സ്ഥലത്തായിട്ട് ഏറനാട്ടിലും വള്ളുവനാട്ടിലും പിന്നെ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തുമൊക്കെയാണ് ഇത് അരങ്ങേറിയത്. ഇതിലെ ഏറ്റവും എന്താണ് ചോര പുരണ്ട അധ്യായമാണ് ഈ തുവൂർ കിണറിൻ്റേത്. അത് 2 പേര് പറഞ്ഞിട്ടുള്ള ഭാഗം പറഞ്ഞിട്ട് ഈ കോടതി വിധികളിൽ നിന്ന് ശരിയായ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. അത് പറയാം. കെ മാധവൻ നായരുടെയും KN പണിക്കരുടെയും പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായ വിവരം കിട്ടില്ല. കാരണം ഈ കെ മാധവൻ നായരുടെ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പം കുറച്ച് വാര്യൻ കുന്നൻ പുസ്തകമാണ്. എന്നാലും കൂട്ടക്കൊലയാണ്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടെന്ന് പുസ്തകത്തിൽ സമ്മതിക്കുന്നുണ്ട്. അത് KN പണിക്കർ മാർക്സിസ്റ്റായിട്ട് പോലും സമ്മതിക്കുന്നുണ്ട്, മതഭ്രാന്താണെന്നും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ മതഭ്രാന്തും ഈ കൂട്ടക്കൊലയുടെ കാര്യമൊക്കെ എഴുതി വെച്ചിട്ട് KN പണിക്കർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാരണങ്ങളാൽ ഇത് കർഷക കലാപമാണെന്ന് എഴുതി വെക്കും. ആ വാചകം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അങ്ങനെ എഴുതും. ഇത് മാധവൻ നായർ പറയുന്നത് സെപ്റ്റംബർ 4 രാത്രി 24 രാത്രി 100ഓളം വീടുകൾ വളഞ്ഞു മാപ്പിളമാര്. തുവൂർ ഭാഗത്തുള്ള തുവൂർ ഗ്രാമത്തിലെ 100 വീടുകളിലാണ് ഇത് നടന്നത്. 100ഓളം വീടുകൾ വളഞ്ഞു. മറ്റേ പുരുഷന്മാരെയൊക്കെ പുറത്തേക്ക് ഇറക്കി. ചില ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടു. ആണുങ്ങളെയൊക്കെ കയ്യും കാലും കെട്ടി വീടുകൾ ഈ 100 വീടുകളും കത്തിച്ചു. പിടിച്ചവരെ ഈ ചേരിക്കമ്മൽ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും കൊണ്ടുപോയി. അവിടെ കുന്നിൻ ചെരുവിൽ പാലൂർ കുഴി പറമ്പ് എന്ന് പറഞ്ഞ പറമ്പിൽ കിഴക്ക് ഭാഗത്ത് പാറയുണ്ട്, ഒരു മല, അതിൻ്റെ താഴെ ഈ പാറ, പിന്നെ പാറയിൽ നിന്ന് ഒരു 50 വാര അപ്പുറത്ത് കിണർ, തുവൂർ കിണർ. ഈ പാറയിലിരുന്നിട്ടാണ് ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങള്, ആമകണ്ഠൻ മമ്മദ്, അച്ചുതൊടി കുഞ്ഞാപ്പി ഇവര് ഈ പിടിച്ചുകൊണ്ട് കയ്യും കാലും കെട്ടി മുമ്പിൽ ഹാജരാക്കുന്ന ഹിന്ദുക്കളെ വിചാരണ ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആമകണ്ഠൻ മമ്മദും അച്ചുതൊട്ടി കുഞ്ഞാപ്പിയും കൂടി ഓരോരുത്തരെയായിട്ട് ആ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ആരാണ് എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് തീരുമാനിച്ചിട്ട്, ഉദാഹരണത്തിന് മൂർത്തി എമ്പ്രാന്തിരി എന്ന് പറഞ്ഞിട്ടൊരു പൂജാരി ഉണ്ട് അമ്പലത്തിലെ. അപ്പം ഈ പൂജാരി പൂണൂലിട്ടിട്ടുണ്ട്. കുഞ്ഞാപ്പി പറയുക, ഇത് കേസിൻ്റെ രേഖകളിലുള്ളതാണ്. കുഞ്ഞാപ്പി പറയാണ്, ഇദ്ദേഹം ഒരു പൂജാരിയാണ്, പൂണൂലൊക്കെ ധരിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൊന്നാൽ ശരിയാവില്ല, അങ്ങ് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഈ തങ്ങളോട്, ചെമ്പ്രശ്ശേരി തങ്ങളോട് പറയാണ് കൊല്ലാൻ. എന്നിട്ട് തങ്ങളാണ് ഈ പാവപ്പെട്ട ദരിദ്രനായ പൂജാരിയെ കൊല്ലുന്നത്. ഈ ജന്മികളെയൊക്കെ കൊന്നു എന്നാണ് ഈ മാർക്സിസ്റ്റ് ചരിത്രങ്ങളിൽ പറയുക. അയാള് എമ്പ്രാന്തിരി ആയതുകൊണ്ട് ജന്മിയാണെന്നോ നമ്പൂരി ആയതുകൊണ്ട് ജന്മിയാണെന്നോ. ഇതിലൊരു തീയൻ അപ്പൂനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അപ്പു അവിടുന്ന് പിന്നെ അപ്പൂനെ വിടുന്നുണ്ട്. ചില ആളുകളെയൊക്കെ ഈ ജ്വല്ലറിയൊക്കെ കൊടുത്തിട്ടൊക്കെ വിടുന്നുണ്ട്. അടുത്ത ദിവസം 100 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ കേശവൻ നായർ, നാരായണൻ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പേര് വിട്ടിട്ടുണ്ട്. പൈസ ഉള്ളവരൊക്കെ 100 രൂപ കൊടുക്കാൻ പാകമുള്ളവരെ വിട്ടു. അടുത്ത ദിവസം കൊടുക്കാന്ന് പറഞ്ഞാലും മതി, വീണ്ടും ഈ തോക്കും വാളും ഒക്കെ ആയിട്ട് ചെന്നിട്ട് മേടിച്ചോളും. ഈ 3-4 രക്ഷപ്പെട്ടവരിൽ നിന്നാണ് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചെന്നൊക്കെ കോടതിയിൽ മൊഴി കൊടുക്കാനൊക്കെ വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2 ആളുകളെ പിടിക്കുന്നത് തുവൂരിൽ അധികാരിയായിരുന്ന ശങ്കരൻ, പിന്നെ റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ കുമാരപ്പണിക്കർ. അവർ 2 പേരുമാണ് ഇൻഫോർമൻസ് എന്ന് ഈ മാപ്പിളകൾ പറഞ്ഞിട്ട്
ഈ അവർ രണ്ടുപേരെയാണ് പ്രധാനമായിട്ടും ആദ്യം പിടിക്കുന്നത്. ആദ്യം കൊല്ലുന്നത് ഈ ഹെഡ് കോൺസ്റ്റബിൾ കുമാരപ്പണിക്കരെയാണ്. കിണറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കഴുത്ത് വിട്ടുമായിരുന്നു. ആ കഴുത്ത് വിട്ടുക എന്ന് പറഞ്ഞാൽ ഈ കുമാരപ്പണിക്കരുടെ കാര്യത്തിൽ ഈ തലയോട്ടിയില്ലേ, അതിങ്ങനെ ഈ വാളുകൊണ്ട് ഇങ്ങനെ അറുത്തു. അറക്കവാൾ കൊണ്ട് അറുത്തിട്ട് രണ്ടായി ഈ തലയോട്ടി. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ് ഋഷിറാം ആര്യസമാജത്തിൻ്റെ രാമൻ മേനോൻ്റെ കൂടെ പോയി ഈ ആര്യസമാജമാണ് ആദ്യം ധീരമായിട്ട് അവിടെ പ്രവേശനം തേടുന്നത്. ബാക്കി ഹിന്ദുക്കളൊക്കെ പലായനം ചെയ്യുകയാണല്ലോ. ഈ ഋഷിറാമും ഈ രാമൻ മേനോനും കൂടി പോയി കാണുമ്പോൾ ഈ തലയോട്ടി പിളർന്ന ജഡം കിട്ടി. അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, എടുക്കുന്നൊന്നുമില്ല. ഇത് അവിടെ മറ്റേ കിണറിൻ്റെ അകത്ത് നോക്കുമ്പോൾ കാണാം ഈ ശ്രീനിവാസ ശാസ്ത്രി കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂടെ മാധവൻ നായർ പോയി കാണുമ്പോൾ അവരെണ്ണുന്നുണ്ട് 20 ജഡങ്ങൾ കിണറിൻ്റെ അകത്ത്. 22-ാം തീയതി പോലും കിണറിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ടെന്ന് പല റെക്കോർഡിലും കാണുന്നുണ്ട്. ആരും രക്ഷിച്ചില്ല. അങ്ങോട്ടൊക്കെ അടുക്കാനൊക്കെ വലിയ പ്രയാസമാണ്. കാരണം മരിക്കാതെ കിടന്ന ആളുകളായിരിക്കും. അത് ഈ ജഡത്തിൻ്റെ മുകളിൽ ജഡം ഇങ്ങനെയായിട്ട് കൂടി ഒരു കിണറിൻ്റെ ആ വലിപ്പത്തിൻ്റെ ഉള്ളിലാണല്ലോ ഈ കിടക്കുന്നത്. തന്നെ വല്ലാതെ രക്തം ഉറഞ്ഞു പോകുന്നു. ഇതിപ്പോൾ നമ്മൾ മനുഷ്യനല്ലേ ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത് എങ്ങനെയാണ്? മതഭ്രാന്ത് തലയ്ക്ക് കയറി പിടിച്ചിട്ട്. ഈ പുത്തൂർ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തെ കിണറിൻ്റെ സംഭവം സമാനമായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് കേളപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ രക്ഷപ്പെടുന്നുണ്ട്. ദലിതനാണ്. അത് വേറെ ഉണ്ടോ? പുത്തൂറ് മാത്രമല്ല, അതെവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിൽ. ഓ, അവിടെ ഉണ്ടല്ലേ. അത് നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ വേറൊരു ദിവസം കേളപ്പൻ്റെ കഥയൊക്കെ പറയാം. ആ പുത്തൂർ കിണറിനെ പറ്റി ഒരു സർപ്പക്കാവ് ഒക്കെ ചേർന്ന ഒരു കിണറാണ്. ആ കിണറിന്റെ കഥ അധികം ആളുകൾ പറയാറില്ല. തൂർ കിണർ തന്നെ ഇപ്പോഴല്ലേ ആളുകൾ പറഞ്ഞു വരുന്നത്. അപ്പം മാധവൻ നായർ പറയാണ്, ആണുങ്ങൾ കയ്യും കാലും കെട്ടി വീടുകൾ കത്തിച്ചു, പിടിച്ചവരെ ചേരിക്കൽ. അത് ഞാൻ പറഞ്ഞല്ലോ, കുന്നിൻചെരുവിൽ പറമ്പിൽ കിഴക്കുപാറ, അതിലിരുന്ന് വിചാരണ, തല വെട്ടാൻ കൽപ്പിച്ചു. പറമ്പിൽ നിന്ന് 15 വാര അകലെ കിണർ വെട്ടി കിണറ്റിലിട്ടു. പിന്നെ ശ്രീനിവാസ ശാസ്ത്രി. അപ്പോൾ ആ മാധവൻ നായർ പറഞ്ഞത് അവിടെ കൊണ്ട് തീരുന്നു. പിന്നെ മാധവൻ നായർ അവിടെ പറയുന്നതാണ്, വാര്യൻകുന്നന് ഇതിൽ പങ്കുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. വാര്യൻകുന്നൻ്റെ പേര് കോടതി രേഖകളിലും കാണുന്നുണ്ട്. വാര്യൻകുന്നനാണ് ഈ മേഖലയിൽ ഭരണത്തിന് ചെമ്പ്രശ്ശേരി തങ്ങളെ ചുമതലപ്പെടുത്തുന്നത്. ചെമ്പ്രശ്ശേരിയിലെ 2 തങ്ങൾമാരുണ്ട്, ഇമ്പിച്ചിക്കോയ തങ്ങളും കുഞ്ഞഹമ്മദ് തങ്ങളും. രണ്ടുപേരും ഇതിനകത്തുണ്ടായിരുന്നു. രണ്ടുപേരും പ്രതികളാണ് ആ മൊത്തം ഭരിച്ചിരുന്നത്. വേറെയും പല കേസുകളുണ്ട്, നമ്മൾ തൂവൂർ മാത്രമാണല്ലോ പറയുന്നത്. എന്നിട്ട് മാധവൻ നായർ പറയാണ്, പക്ഷേ ശത്രുക്കളോട് എന്തും ചെയ്യുന്ന ആളായിരുന്നു വാര്യൻ കുന്നൻ. എന്നിട്ട് പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്നൊരു വാചകം. പക്ഷേ തൂർ ഹിന്ദുക്കളോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടായിരുന്നതിന് ദൃഷ്ടാന്തമല്ല ഇതെന്ന്. ശത്രുക്കളോട് എന്തും ചെയ്യും എന്നാണല്ലോ ആദ്യത്തെ വാചകം. ഈ ഹിന്ദുക്കളാണല്ലോ ശത്രുക്കൾ. പിന്നെ രണ്ടാമത്തെ വാചകം ആവശ്യമില്ലെങ്കിലും അതിന് വേറെ കാരണങ്ങളുണ്ട്. നമ്മൾ ഇനിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. കാരണം ഈ മഞ്ചേരിയിൽ നമ്പൂതിരി ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ബ്ലേഡ് എന്നൊക്കെ പറയുന്ന നമ്പൂതിരി ബാങ്ക്. ഇത് ഈ സംഭവത്തിന് ശേഷം അത് ഇല്ലാതായി. കാരണം എന്താന്ന് വെച്ചാൽ നമ്പൂതിരി ബാങ്ക് വാര്യൻകുന്നൻ വന്നിട്ട് 26-ാം തീയതി കൊള്ളയടിച്ചു. കൊള്ളയടിക്കുമ്പോൾ വാര്യൻകുന്നൻ പിന്നെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അവിടെ വാര്യൻകുന്നൻ 2 പേരെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കെ മാധവൻ നായരെയും MP നാരായണ മേനോനെയും. ഈ വാര്യൻകുന്നനെ ശ്ലാഘിച്ചിട്ട് MP നാരായണ മേനോൻ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അവിടെ. അത് ശരി. MP നാരായണ മേനോനെ പിന്നീട് ഈ മറ്റേ ശിക്ഷിച്ച് നാടുകടത്തി ആൻഡമാനിലേക്കൊക്കെ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ MP നാരായണൻ KP നാരായണ മേനോൻ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ലുങ്കിയൊക്കെ കൊടുത്ത് അരയിലൊരു കത്തിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. അത് ശരി. മുസ്ലിങ്ങളെ മാപ്പിളമാരെ സ്വന്തം ആളായിട്ട് കരുതിയിരുന്ന ആളാണ് നാരായണ മേനോൻ. നിലമ്പൂർ കോവിലകത്തിൽ 16 പേരെ കൊന്നിട്ട് ഈ മാപ്പിള സംഘം വരുമ്പോൾ
ആ ഇളയ തമ്പുരാനെ കൊന്നില്ലേ എന്ന് പോലും MP നാരായണ മേനോൻ ചോദിക്കുന്നുണ്ട്. അവരെന്താ അതിൻ്റെ കൂടെ കൂടിയത് ഇവരുടെ കൂടെ? അതെന്താന്ന് വെച്ചാൽ ഖിലാഫത്താണല്ലോ. ഈ MP നാരായണ മേനോൻ കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനാ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ നമ്പൂതിരി ബാങ്ക് കൊള്ളയടിക്കുമ്പോൾ നാരായണ മേനോൻ വന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഇതിനെ ശ്ലാഘിച്ചിട്ട്, ഈ വാര്യൻ കുന്നൻ നമ്മുടെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് തുർക്കിയിലെ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കി. അതിന്റെ പേരിൽ ലോകയുദ്ധത്തിന്റെ അവസാനം, ഒന്നാം ലോകയുദ്ധത്തിന്റെ അവസാനം, അതിന്റെ പേരിലാണ് മലബാറിൽ കലാപം നടക്കുന്നത്. എവിടെയോ കിടക്കുന്ന തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഖിലാഫത്ത് നടന്നത്. തുർക്കിയിൽ ആവശ്യമില്ലായിരുന്നു ജനങ്ങൾക്ക്. കാരണം എന്താന്ന് വെച്ചാൽ ഖലീഫയ്ക്ക് ശേഷം കമാൽ അത്താതുർക്ക് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂടെയാണ് ജനം അവിടെ. ഖലീഫ പോയ ശേഷം ഒരു ഭരണകൂടം വരുന്നുണ്ടല്ലോ, ആ ഭരണകൂടത്തിന്റെ കൂടെയാണ് തുർക്കിയിലെ ജനത. പക്ഷെ ഇവിടെ ഈ മാപ്പിളമാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധി അനുകൂലിച്ച പ്രസ്ഥാനമാണ്. അവർ പറയുന്നത് ഈ ഖലീഫയെ സുൽത്താനെ തിരികെ അവിടെ കെട്ടണം എന്നാണ്. അവിടുത്തെ ജനത്തിന് വേണ്ടായിരുന്നു. ഈ മൊയ്തു മൗലവിയൊക്കെ ഈ മതഭ്രാന്തൊക്കെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇമേജ് പുറത്ത് വേറെ ആണെങ്കിലും ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഇനി അങ്ങനെ പറയുന്നു ഇങ്ങനെ. എന്നിട്ട് ചേക്കുട്ടി, ഐദ്രു ഹാജി ഇവരെയൊക്കെ കൊന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ശത്രുക്കളായിരുന്നു. ഈ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ ഭാര്യം കുന്നിനെ എക്സോണറേറ്റ് ചെയ്യാണ് മാധവൻ നായർ ആവശ്യമില്ലാതെ. പിന്നെ നായർ പറയുന്നുണ്ട് ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങളാണ് ഇത് അവിടെ ഉണ്ടായിരുന്നത്. അത് ശരിയാണ്. കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു മറ്റേ പോരാട്ടത്തിൻ്റെ തലവൻ, ഈ സഹോദരൻ. അത് പറയുന്നുണ്ട്, അത് ശരിയാണ്. ഇതിൽ ഈ ക്ഷേത്ര പൂജാരി വൃദ്ധ ബ്രാഹ്മണനായിരുന്നു. ഇതിൽ ഈ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് KN പണിക്കർ, ഇത് മതഭ്രാന്തായിരുന്നു, ഇത് നികൃഷ്ടത, നാട്ടിലുടനീളം നടുക്കം ഉണ്ടാക്കി, നികൃഷ്ടത, ക്രൂരത, മതഭ്രാന്ത് ഇതൊക്കെയായിരുന്നു. ഖാൻ ബഹദൂർ ചേക്കുട്ടിയുടെ കൊല പോലെ തന്നെ ഒരു പ്രതികാര നടപടിയായിരുന്നു ഇത്. തുവൂർ ഗ്രാമം പട്ടാളക്കാർക്ക് വിവരം ചോർത്തി എന്നതായിരുന്നു കാരണം എന്ന് ഈ മാർക്സിസ്റ്റും പറയുന്നുണ്ട്. കുമാരപ്പണിക്കര്, ഹെഡ് കോൺസ്റ്റബിൾ കുമാരപ്പണിക്കരെ കൊന്നല്ലോ. കുമാരപ്പണിക്കരുടെ ഭാര്യ അമ്മു മൊഴി കൊടുത്തതും അതിൻ്റെ വിധിയുമാണ് ഞാൻ ഈ പുസ്തകത്തിൽ കോടതി രേഖകളിൽ നിന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഭാഗം, ഈ അമ്മു 1923 ജനുവരി 25 ഈ കുഞ്ഞാപ്പിയെ അറസ്റ്റ് ചെയ്യുന്നത്, 2 കൊല്ലത്തിന് ശേഷം. എന്നിട്ട് അയാൾ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ നേരത്തെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ഈ കുഞ്ഞാപ്പി. അപ്പോൾ അയാൾ ഈ മാപ്പിള കലാപ സംഘത്തിൻ്റെ കൂടെ സ്ഥിരമുണ്ടായിരുന്ന ആളാണ്. ഇയാൾ രാവിലെ ഈ 25 പുലർച്ചെ വീട്ടിലെത്തി. മൊഴി, ഈ കുമാരപ്പണിക്കർ സൈന്യത്തെ സഹായിച്ചു എന്ന് പറഞ്ഞു. ഈ അമ്മുവിനെ അവരുടെ തുണി മുഴുവൻ പറിച്ചെടുത്ത് നഗ്നയാക്കി നിർത്തി, കെട്ടിയിട്ടു. എന്നിട്ട് ഇതൊക്കെ ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഒരു നമ്പ്യാർ വീട്ടിലൊന്ന് ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ മുമ്പിൽ ഇട്ടാണ് ഈ അമ്മുവിനെ, കുമാരപ്പണിക്കരുടെ ഭാര്യയെ നഗ്നയാക്കി കെട്ടി നിർത്തിയത്. അവരുടെ മൊഴിയിൽ അവർ പറയുന്ന ഭാഗമാണത്. ഭർത്താവിനെയും ഒരു നാരായണൻ നമ്പ്യാരെയും കെട്ടിയിട്ടു, വീട് കത്തിച്ചു, ഇവരെ കൊണ്ടുപോയി, അയൽ വീടുകളും കത്തിച്ചു. പണിക്കരെ കൊന്നു എന്നുള്ള കാര്യം തീയനായ അപ്പുവാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ 2 അപ്പുമാരുണ്ടാകാമെന്ന് കോടതി വിധിയിൽ ജഡ്ജി പറയുന്നുണ്ട്. ഈ അപ്പു തന്നെ ആയിരിക്കണം തിരിച്ചു വന്നതെന്നില്ല. പറഞ്ഞ തീയനായ ആ അപ്പു വേറെ ആയിരിക്കാം, ആളെ കൊന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞാപ്പിയെയും അമകണ്ഠൻ മുഹമ്മദും വീട്ടിലെത്തിയവരിൽ ഉണ്ടായിരുന്നു എന്ന് അമ്മു തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ കുഞ്ഞാപ്പി സ്ഥിരമായിട്ട് വീട്ടിൽ ഒരു ഭൃത്യനെ പോലെ വന്നിരുന്ന ഒരാളാണ്. അത് മാപ്പിളക്കാലത്ത് പലപ്പോഴും ഈ കുടുംബം വീടുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് ആ വീടുകളെ
ആളുകളെ കൊന്നിട്ടുള്ളത്. നിലമ്പൂർ കോവിലത്തൊക്കെ അങ്ങനെയാണ്. കെട്ടി കുഞ്ഞാപ്പി അറിയാമായിരുന്നു. കുഞ്ഞാപ്പി കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ വന്നിട്ടൊരു തോക്ക് തരാമോ എന്ന് ചോദിച്ചിരുന്നു. അതെന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ തോക്ക് കൊടുത്തതുമില്ല. ചോദിച്ചിരുന്നു. പി നാരായണ പണിക്കർ, വി നാരായണൻ നായർ, എൻ കേശവൻ നായർ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിട്ടയക്കപ്പെട്ടവർ. ഈ മേനോൻ്റെ സഹോദരൻ പണിക്കരെ 50 അംഗ സംഘമാണ് പിടിച്ചുകൊണ്ട് പോയത്. നാരായണൻ നായർ ഒരു പാടത്ത് വെച്ചിട്ട് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. എന്നിട്ട് നാരായണൻ നായർ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ നായരുടെ അച്ഛൻ, അനുജൻ, വേലക്കാരൻ രാമൻ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി. തീയനായ അപ്പു ഒരു ആശാരിയും പിടിച്ചുകൊണ്ടുപോയി. കേശവൻ നായരുടെ അച്ഛൻ, അനുജൻ, ഭൃത്യൻ, അമ്മാവൻ അവരെയൊക്കെ കൊണ്ടുപോയി. പിന്നെ കുഞ്ഞാപ്പിയും ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞ മൊഴിയിൽ കുഞ്ഞാപ്പിയും മറ്റ 3 പേരും പാറയിലിരുന്നു. വിധിയിൽ ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമകണ്ഠൻ മമ്മദിൻ്റെ പേരുണ്ട്. കുഞ്ഞാപ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ കുമാരപ്പണിക്കരെ ആദ്യം വെട്ടി. കുഞ്ഞാപ്പി തലയോട്ടി വാളുകൊണ്ട് അറുത്തു. ആമകണ്ഠൻ കഴുത്ത് വാളുകൊണ്ട് വെട്ടി. എന്നിട്ട് അങ്ങോട്ട് തള്ളുകയാണ് കിണറ്റിൻ്റെ ഉള്ളിലേക്ക്. ഇത്രയും ചെയ്തിട്ട് മൂർത്തി എമ്പ്രാന്തിരിയുടെ കാര്യത്തിൽ കുഞ്ഞാപ്പി പറഞ്ഞ ആ പൂണൂലിൻ്റെ കഥ ഞാൻ പറഞ്ഞു. തങ്ങൾ തന്നെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റേ ചെമ്പ്രശ്ശേരി തങ്ങൾ തന്നെ, ഇമ്പിച്ചിക്കോയ തങ്ങൾ തന്നെ വെട്ടി. ഇവരൊക്കെ യമനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഈ തങ്ങൾമാർ, ഇങ്ങോട്ട് കുടിയേറിയ ആളുകൾ. നാരായണ പണിക്കരെ 100 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ വിട്ടു. നാരായണൻ നായർ സ്വർണം കൊണ്ട് കൊടുത്തപ്പോൾ വിട്ടു. കേശവൻ നായർ സഹോദരനെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെട്ടു. സഹോദരനെയാണ് ഇൻഫോർമൻ്റ് എന്ന് ഇവർ കരുതിയിരുന്നത്. 4000 അനുയായികളെ ഈ കൊലയ്ക്ക് മുമ്പ്, കൂട്ടക്കൊലയ്ക്ക് മുമ്പ് 4000 അനുയായികളെ ചെമ്പ്രശ്ശേരി തങ്ങൾ ഈ പറമ്പിലെ മരത്തിൻ്റെ ചോട്ടിൽ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിചാരണ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ കൊന്നവരുടെ കൂട്ടത്തിൽ 10 മാസമായിട്ട് കിടപ്പിലായിരുന്ന 80 വയസ്സുള്ള ഒരു വൃദ്ധനെയും പിടിച്ചുകൊണ്ടുപോയി കൊന്നിട്ടുണ്ട്. അല്ല, ഞാനിത് ഇപ്പം ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ട, വല്ലാതെ മടുപ്പുണ്ടാകും. അത് തീർന്നു. വല്ലാതെ മടുപ്പല്ല, വല്ലാത്ത വിഷമം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പലരും പറഞ്ഞു കേട്ട് തൂവൂർ കിണറിനെ കുറിച്ച് പരക്കെ കേട്ട് തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഈ വിവാദമൊക്കെ ഉണ്ടായി കേരളത്തിൽ ഒരു വലിയ ചർച്ചയായതിനു ശേഷമാണ്. മറ്റേ വാരിയംകുന്നനെ കുറിച്ചുള്ള സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണല്ലോ ഈ കാര്യങ്ങൾ അറിയപ്പെടാതിരുന്ന, മറച്ചു വയ്ക്കപ്പെട്ട, അല്ലെങ്കിൽ തിരസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്ന ഒരു ചരിത്രം പൊന്തി വന്നത്. അപ്പോൾ ഈ തൂവൂർ കിണറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ തൂവൂർ കിണർ? അതാണ് ഇതിൻ്റെ അകത്ത് ആ കുഞ്ഞാപ്പിയുടെ വധശിക്ഷയുടെ വിചാരണയും മൊഴികളും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ ആ സ്ഥലത്ത്? ഇപ്പോൾ ആ കിണറുണ്ടോ? ഞാൻ ഈ പലപ്പോഴും നമുക്ക് പരിചയമുള്ള ആളുകളോട് ആ കിണറൊക്കെ എടുത്ത് സ്മാരകമാക്കിക്കൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആരോ പറഞ്ഞിട്ടൊക്കെ നിരത്തിപ്പോയി എന്ന് പറയുന്നത്. പിന്നെ ഇത് പല സ്ഥലങ്ങളും മേടിച്ചിട്ട് ഇത് വളരെ കാലം, കാരണം കിണറിന്റെ ചിത്രമൊക്കെ അവൈലബിൾ ആണല്ലോ. അത് പിന്നീട് ഉണ്ടോന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ആരോ മൂടിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. മേടിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. മേടിക്കാൻ പറ്റില്ലല്ലോ, റവന്യൂ ഭൂമിയാണ്. പക്ഷെ അതിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, പിന്നീട് ഈ സംഭവമൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ, വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഈ സംഭവം അറിയില്ലായിരുന്നു. അറിഞ്ഞ ശേഷം എല്ലാ ദിവസവും ഈ പ്രേതങ്ങളൊക്കെ വന്ന് അലട്ടുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നു. ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി എന്നൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി. ഈ തൂവൂർ കിണറിൻ്റെ വിവരങ്ങളൊക്കെ, കാരണം ഇത് കിംവദന്തിയാണ്, കേട്ടുകേൾവിയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ടായിരുന്നല്ലോ. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, ഈ പണ്ഡിറ്റ് ഋഷിറാം ആര്യ സമാജത്തിൻ്റെ ലാഹോറിൽ നിന്ന് വന്ന ആളാണ്. പണ്ഡിറ്റ് ശർമ്മ, വേദബന്ധു ശർമ്മ കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആര്യ സമാജത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്നത്. ഇവരാണ് ആദ്യമായിട്ട് ഈ ഇതിനെപ്പറ്റി പുസ്തകം എഴുതുന്നത്. ആ മാപ്പിള വിദ്രോഹ് എന്ന് പറഞ്ഞ ബുക്ക് ഈ പണ്ഡിറ്റ് ശർമ്മ, ആ പുസ്തകം വെച്ചിട്ടാണ് മാപ്പിള എന്നുള്ള നോവല് സവർക്കർ എഴുതുന്നത്. അതെ, ഏതായാലും നമ്മൾ തൂവൂർ കിണർ എന്നുള്ളത് കോടതി രേഖകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു സംഭവമുണ്ട്, ആ കിണറുമുണ്ട് എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ കിണർ ഇപ്പോൾ ബാക്കിയുണ്ടോ എന്നതിന് ഞാൻ കേട്ടിട്ടുള്ളത് അത് സമീപകാലത്തോ അതോ കുറച്ച് കാലം മുമ്പോ നിശേഷം മൂടിക്കളഞ്ഞു എന്നാണ്. എന്നാലും ആ കിണർ
അവിടെ ഉണ്ടാവും. നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ അഹമ്മദ് മാഷുമായിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ മലപ്പുറത്ത് ഇതേപോലെ ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ച രാമസിംഹനെയും നരസിംഹനെയും എങ്ങനെയാണ് വീട് വളഞ്ഞ് ഒരു വലിയ ആയിരക്കണക്കിന് വരുന്ന ജനം നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത് എന്ന കഥ അഹമ്മദ് മാഷ് പറയുകയുണ്ടായി. അവിടെ MESന്റെ മെഡിക്കൽ കോളേജാണ് അദ്ദേഹത്തിന്റെ ബംഗ്ലാവായിരുന്ന സ്ഥലം. അതായത് വേറൊരാൾ എന്നോട് പറഞ്ഞു, ആ ബംഗ്ലാവെന്ന് പറയണ്ട, മെഡിക്കൽ കോളേജ് എന്ന് പറയണ്ട, ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ICU ഇരിക്കുന്നത് ആ വീടിൻ്റെ സ്ഥലത്താണെന്ന് പറയുന്നത്. അറിയില്ല, ഇതൊക്കെ ആളുകൾ പറയുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. നരസിംഹൻ്റെയൊക്കെ ക്ഷേത്രമായ നരസിംഹൻ്റെയും രാമസിംഹൻ്റെയും ക്ഷേത്രമായ നരസിംഹ ക്ഷേത്രം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും കേരള ചരിത്രത്തിൽ ഇങ്ങനെ ആരും പറയാതെ മറച്ചു വെച്ച, പറഞ്ഞാൽ കുറ്റമാവുന്ന, മതേതരത്വം കൊണ്ടും സഹിഷ്ണുത കൊണ്ടും പറയാതിരുന്ന, അല്ല പറഞ്ഞാൽ കുറ്റമാണ്. ഇപ്പം തന്നെ നോക്കൂ, നമ്മളൊരു പക്ഷേ ഈ തൂർ കുന്നിനെ കുറിച്ച് ഈ പറയുന്നതിൻ്റെ താഴത്ത് പോലും അസഹിഷ്ണുത ചിലപ്പോൾ പൊട്ടി വിരിയുന്നത് കാണാം. പക്ഷേ ഇത് സത്യമാണ്. ഇങ്ങനൊരു കാര്യം കേരളത്തിൽ നടന്നത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള ശീലം. പക്ഷേ നമ്മൾ ആ ശീലം മാറ്റിക്കൊണ്ട് ഒരിക്കൽ കൂടി തൂർ കിണറിനെ ഓർമ്മിക്കുന്നു. വംശഹത്യ എന്ന് പറയരുത് എന്നൊക്കെ ആളുകൾ പറയും. നമ്മൾ ഇത്രയും ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണിത്? അല്ല, ആ തൂർ കിണറിനെ നമ്മൾ ഓർമ്മിക്കുന്നു. അവിടെ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാതെ ഒടുങ്ങിപ്പോയ പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതെ, അർപ്പിക്കുന്നു. അവരുടെ ഈ എപ്പിസോഡ് കാണുന്ന ധാരാളം ബന്ധുക്കൾ കാണും. ഇവരുടെയൊക്കെ ഉണ്ട്, ധാരാളം ബന്ധുക്കളുടെ അവർക്ക് നമ്മൾ സമർപ്പിക്കുന്നു ഈ എപ്പിസോഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.